ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത ഇതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. യുവാവിൻ്റെ ആത്മഹത്യ, ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ കേസെടുത്തു. ഇത് വ്യാജ സ്ത്രീപീഡന ആരോപണത്തിൽ ബംഗളൂരുവിൽ IT ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഭാര്യ നികിത സിംഗാനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അതുലിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. അപ്പം വ്യാജ സ്ത്രീപീഡന ആരോപണത്തിൽ ബംഗളൂരുവിലെ IT ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ. അപ്പം വ്യാജമായിട്ടുള്ള സ്ത്രീപീഡന കേസായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. അപ്പൊ അതിനെ തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കാരണം തെറ്റ് ചെയ്യാത്തവർക്ക് എന്താണ് അങ്ങനെ വരും. നമ്മുടെ ADMന്റെ കേസിനകത്ത് ഇതുപോലെ തന്നെയല്ലേ, മാനസിക സമ്മർദ്ദത്തിന്റെ ഇതില് ചിലർക്ക് അത് നമുക്ക് താങ്ങാൻ പറ്റണമെന്നില്ല. കാരണം എല്ലാരും സ്ട്രോങ് ആയിരിക്കത്തില്ല. ചിലപ്പോ നമ്മൾ തെറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഇപ്പൊ IT പ്രൊഫഷണലിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രഷറുള്ളൊരു വർക്കാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇത് കഴിയുമ്പോൾ കുടുംബത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ സന്തോഷം കിട്ടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ജോലി സ്ഥലത്തെ ഒരു പ്രഷർ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഇത് വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരെ സംബന്ധിച്ച് അത് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ആത്മഹത്യയിലോട്ട് പോയത് അല്ലേ. കർണാടക സ്വദേശിയായ അതുൽ സുഭാഷ് എന്ന 34-കാരനെ തിങ്കളാഴ്ച രാവിലെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഭാര്യയ്ക്കെതിരെ 24 പേജുള്ള കത്തെഴുതി വെച്ചായിരുന്നു യുവാവിന്റെ ആത്മഹത്യ. അപ്പോൾ ഒന്ന് ഓർത്തണം, ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഭാര്യ. അപ്പൊ 24 പേജുള്ള കത്തെഴുതി വെച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എത്രത്തോളം ഉണ്ടായിരിക്കും അല്ലേ, ഒന്ന് ഓർത്ത് നോക്കാം. അപ്പൊ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രത്തോളം ഒരു ഇതാണെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല ഒരു പ്രശ്നം വരുമ്പോൾ. പക്ഷെ ആ സംസാരിക്കാനുള്ള ഒരു അവസരം പോലും ഭാര്യ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇത്തരത്തില്. അപ്പൊ അതുലിന്റെ മുറിയിൽ നിന്ന് നീതി ലഭിക്കണം എന്ന പ്ലക്കാർഡും കണ്ടെത്തിയിരുന്നു. അപ്പൊ അതുലിന്റെ മുറിയിൽ നിന്ന് നീതി ലഭിക്കണം എന്ന പ്ലക്കാർഡും കണ്ടെത്തിയിട്ടുണ്ട്. ജീവൻ ഒടുക്കുന്നതിന് മുമ്പായി 90 മിനിറ്റ് വീഡിയോയും അതുൽ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ 90 മിനിറ്റുള്ള വീഡിയോയും, അപ്പോൾ ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് 90 മിനിറ്റുള്ള ഒരു വീഡിയോയും അതിൽ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുലിൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ ഭാര്യ നികിത, ഭാര്യ സഹോദരൻ ബികാസ് കുമാർ, ഭാര്യയുടെ അമ്മ നിഷ, സഹോദരൻ അനുരാഗ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായി ദ്രോഹിക്കുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അതുൽ പറയുന്നു. ഓക്കെ, അപ്പം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായിട്ട് ദ്രോഹിക്കുന്നുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അതുൽ പറയുന്നുണ്ട്. ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി 3 കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കുന്നതിനായി മറ്റൊരു 30 ലക്ഷവും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് ആരോപണം. അപ്പോൾ ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി 3 കോടി രൂപ, അപ്പോൾ കേസുകൾ പിൻവലിക്കാനായിട്ട് 3 കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി മറ്റൊരു 30 ലക്ഷവും നൽകണം. അപ്പം 3 കോടി 30 ലക്ഷം രൂപ ഒന്ന് ഓർത്തു നോക്കി. ഈ കേസുകൾ പിൻവലിക്കണമെങ്കിൽ 3 കോടിയും കുട്ടിയെ സന്ദർശിക്കാനായിട്ട് 30 ലക്ഷവും. അപ്പൊ ഇതിനകത്ത് കൂടുതലും ആ ഒരു അവരുടെ ദാമ്പത്യ ജീവിതത്തില് കുടുംബത്തിന്റെ ഇടപെടൽ വന്നതും അല്ലേ. അപ്പോൾ ഭാര്യയും ബന്ധുക്കളും തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ ദ്രോഹിച്ചതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഇത്തരത്തിലൊരു പരാതി കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര 3 കോടി രൂപയൊക്കെ ചോദിക്കാൻ, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ ചൂഷണം ചെയ്യുന്ന രീതിക്ക് തോന്നുന്നുണ്ട് കേട്ടിട്ട്. അതെ, കാരണം 3 കോടി 30 ലക്ഷം രൂപയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊലപാതക ശ്രമം, ലൈംഗിക അതിക്രമം, ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം തുടങ്ങിയ 9 കേസുകളാണ് അതുലിനെതിരെ ഭാര്യ നൽകിയിരുന്നത്. ഓക്കെ, അപ്പോൾ കൊലപാതകം, ലൈംഗിക അതിക്രമം, ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം തുടങ്ങിയ 9 കേസുകളാണ് അതുലിനെതിരെ ഭാര്യ ആരോപിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് 40 തവണ ഉത്തർപ്രദേശിൽ എത്തേണ്ടതായി വന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് ഭാര്യ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അപ്പം അതുല് കർണാടക സ്വദേശിയാണ്. അപ്പോൾ ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് 40 തവണയാണ് ഉത്തർപ്രദേശിലേക്ക് അതുലിന് എത്തേണ്ടി വന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കേസ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ജോൺപൂർ കുടുംബം കോടതിയിലെ വനിതാ ജഡ്ജി ഭാര്യയുടെ കുടുംബക്കാരുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് തുടക്കം മുതലേ കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്ന ഉത്തർപ്രദേശിലെ ജോൺപൂർ കുടുംബ കോടതിയിലെ വനിതാ ജഡ്ജി ഭാര്യയുടെ കുടുംബക്കാരുടെ ഒപ്പം നിന്നാണ് കേസ് തുടക്കം മുതൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നത്. ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കാണല്ലോ പരിഗണന. അതാണ് അപ്പൊ ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് ചിലപ്പോൾ അവർ കാണുന്നില്ല. ഇതാണ്
ഇപ്പൊ വനിതാ ജഡ്ജിയും കൂടെയാണ്. അപ്പൊ എന്താണേലും ഓട്ടോമാറ്റിക്കലി സ്ത്രീയുടെ പക്ഷത്തെ നിക്കത്തുള്ളൂ. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് അല്ല. ചില ആൾക്കാര് ഇപ്പൊ എന്താ ശരിക്കും എന്താ സംഭവം, ഇവർക്കിടയിൽ എന്താ പ്രശ്നം എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ ഡിവോഴ്സ് ചോദിച്ചത് പോകുമ്പോ തന്നെയാണെങ്കിലും നമ്മൾ ആദ്യം അവർക്കൊരു സംസാരിക്കാൻ ഒരു അവസരമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് കേട്ടിട്ട് ഭാര്യ അതിന് തയ്യാറാകുന്നില്ലായിരിക്കും. കുടുംബ കോടതിയിൽ ഇരിക്കുന്നവർ മിക്കവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധം വേർപെടുത്തുന്ന ഒരു സിറ്റുവേഷനോട്ട് പോകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ, കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല, ബന്ധം വേർപെടുത്തുന്ന സിറ്റുവേഷൻ തന്നെയാണെങ്കിൽ അങ്ങനെയാണല്ലോ വേർപെടുത്തുന്നത്. ഇത് തുടക്കം മുതൽ തന്നെ ഭാര്യയുടെ ഒപ്പം നിന്നാണ് ഇവര് കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം 5 ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് ജഡ്ജി പറഞ്ഞിരുന്നതായും കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ജഡ്ജിക്ക് മുന്നിൽ വെച്ച് കൈക്കൂലി വാങ്ങിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം 5 ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്നും ജഡ്ജി പറഞ്ഞിരുന്നു. അപ്പം 5 ലക്ഷം രൂപ നൽകിയ കേസ് ഒതുക്കി തീർക്കാമെന്ന് ജഡ്ജി പറഞ്ഞിരുന്നതെന്നും അതുപോലെ കോടതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ജഡ്ജിക്ക് മുന്നിൽ വെച്ച് കൈക്കൂലി വാങ്ങിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പണത്തിന് മീതെ പരുന്തും പറക്കുന്നല്ലേ, സത്യം. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഇപ്പൊ ശരിക്കും സ്നേഹബന്ധങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല, ഒരു വിലയും ഇല്ല. ഈ പൈസ എവിടെയാണോ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് കുടുംബക്കാരും കൂടെ കൂടി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ആ സ്ത്രീയുടെ ഇത്രത്തോളം ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്. അത് സ്ത്രീ പീഡന കേസ്, ലൈംഗിക അതിക്രമങ്ങൾ, അങ്ങനെ ഗാർഹിക പീഡനം, ഒത്തിരി കംപ്ലൈന്റ്, 9 കംപ്ലൈന്റ് ആണ് ഭാര്യ ആരോപിച്ചത്. അത്രയും കൊടുത്തേക്കുവാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ട് ഇത്രത്തോളം കുറ്റം ചെയ്ത ഒരാളാണോ ഇദ്ദേഹം എന്നുള്ള രീതിക്ക് സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം ആക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണേലും നമ്മൾ തെറ്റ് ചെയ്യാതെ, ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അത്രയും മനക്കരുത്ത് കാണും, കാരണം ശരിയാണ് ആരോപിക്കുന്നതെന്ന് തോന്നും. പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് ഇത്രയും കുറ്റങ്ങൾ വരുമ്പോഴും സമൂഹത്തിന്റെ മുമ്പിൽ അധിക്ഷേപിക്കപ്പെടുമ്പോഴും അതുപോലെ കോടതിയിൽ ചെന്നിട്ട് പോലും അദ്ദേഹത്തിനോട് ഒരു പോസിറ്റീവായിട്ടൊരു സമീപനം കിട്ടുന്നില്ല അദ്ദേഹത്തിന്. അപ്പം മാനസികമായിട്ട് ഒരുപാട് തളർന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ആത്മഹത്യയിലേക്ക് നയിച്ചത്. പിന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംഘടന അതുൽ സുഭാഷിന്റെ ആത്മഹത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ഏകം ന്യായ ഫൗണ്ടേഷൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ജുഡീഷ്യറിക്കും സിറ്റിംഗ് ജഡ്ജിമാർക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ പരിഗണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഈ സംഘടനാ സ്ഥാപകൻ ദീപിക നാരായണൻ ഭരദ്വാജ് പറഞ്ഞത്. പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനായിട്ടാണ് ഇത് ഏകം ന്യായ ഫൗണ്ടേഷന്റെ സ്ഥാപകനായിട്ടുള്ള ദീപിക നാരായൺ ഭരദ്വാജ് പറയുന്നത്. അപ്പം നിരപരാധിത്വം തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പണം നൽകിയില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുമെന്നും 90 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ വിശദീകരിക്കുന്നു. ഓക്കെ, അപ്പം നിരപരാധിത്വം തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പണം നൽകിയില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും. അദ്ദേഹം മരണത്തിന് മുമ്പ് 90 മിനിറ്റുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വീഡിയോ. അപ്പോൾ ആ വീഡിയോ തെളിയിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷാപാതപരമായ നിയമങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന ആളുകൾക്ക് സഹായം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അതുലിന്റെ ഭാര്യ നികിതയെ പിരിച്ചുവിടാൻ IT കമ്പനിയായ ആക്സെഞ്ചറിനോട് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ കമ്പനി തങ്ങളുടെ എക്സ് പ്രൊഫൈൽ ലോക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഭാര്യ നികിതേനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം ശക്തമാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞു വിടുന്നത്. അപ്പോൾ 90 മിനിറ്റ് ആ വീഡിയോയ്ക്കകത്ത് പറയണമെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. കാരണം നമുക്കറിയാം, നമുക്കിപ്പോ ഒരു പ്രശ്നം വരുമ്പോൾ കേൾക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ അത് വളരെ വലുതാണ്. അപ്പം മറ്റേ നവീൻ ബാബുവിന് സംഭവിച്ചത് അതായിരുന്നു. പക്ഷെ അന്ന് ആ ട്രെയിൻ കിട്ടുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം മരിക്കത്തില്ലായിരുന്നു. അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോൾ എല്ലാം ഇപ്പം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ അത് താങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും ഒരേ മെന്റാലിറ്റി അല്ലല്ലോ. കാരണം ഇപ്പൊ ഇത്രയും കോടതി ചെന്നിട്ട് പോലും നമ്മൾക്കിപ്പോൾ അറിയാം, ഇപ്പൊ സമൂഹങ്ങളിൽ മറ്റുള്ള ഇപ്പൊ ഭാര്യയും ബന്ധുക്കളും പറയുന്ന നോക്കി അവരൊരു ടീമായിട്ട് നിന്നിട്ട് പുള്ളിനെ ദ്രോഹിക്കുകയാണെന്ന് വെക്കാം. അപ്പൊ കോടതി ചെല്ലുമ്പോഴേലും അദ്ദേഹത്തിന് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയും ചെന്നപ്പോഴത്തേക്കിനും ഭാര്യയ്ക്കൊപ്പമാണ് അവർ നിന്നത്. ഇവര് രണ്ടുപേരും 2 സംസ്ഥാനക്കാരല്ലേ, കർണാടകയും ഉത്തർപ്രദേശും.
അപ്പൊ അങ്ങനെ വരുമ്പം അദ്ദേഹം പറയുന്നുണ്ട് 40 തവണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ മൊത്തത്തിൽ പറയാൻ പറ്റില്ല, എന്നാലും ചില ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് തന്നെ അതെ, അതൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് ആൾക്കാർ ചെയ്യാന്നുള്ള കാര്യം. ഇപ്പം നമ്മുടെ സംസ്കാരം ഇപ്പം കേരളത്തിലുള്ള ഒരാളുടെ ആയിരിക്കത്തില്ല എന്ന് വെച്ച് ഇപ്പം പുറത്തുനിന്ന് ഫോറിനേഴ്സിനെ വരെയും മലയാളീസ് കിട്ടുന്നവരുണ്ട്, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ ആവത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം കണ്ടുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിന് പോകരുത്. ഇപ്പം എന്താണെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 3,30,00,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ എന്താണ് ഇത് എങ്ങനെയാകുമെന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശിന്റെ ഒരു രീതിയല്ല കർണാടകത്തില്. ഇവർ രണ്ടുപേരും ഒത്തുപോകാൻ വേണ്ടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. 2 സംസ്ഥാനങ്ങൾ, 2 സ്റ്റേറ്റ്, 2 കൾച്ചർ വരെ. പിന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അതൊരു പ്രോബ്ലം അല്ല. പക്ഷെ ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ കാരണം തന്നെ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും എല്ലാം നിരന്തരമായിട്ട് അതായത് ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കിടയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാക്സിമം അവര് തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരാതിരിക്കുക, അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവർ പറഞ്ഞത് പ്രശ്നം പരിഹരിക്കുന്നില്ല, അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ എന്ന് വെച്ചാൽ സ്ത്രീ പീഡനം, ലൈംഗിക അതിക്രമം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ ഇടപെടുത്താം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല പൈസയൊക്കെ ഇത്രത്തോളം ഇവർ ആവശ്യപ്പെടാൻ നേരത്ത് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ പുള്ളി 1.5 മണിക്കൂർ നീളുന്ന ഒരു അതിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടാവണം എന്നുള്ള രീതിക്ക് അല്ലേ, ആരും കേൾക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം ആത്മഹത്യയിലോട്ട് പോയത്. പിന്നെ ചിലവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് വീട്ടുകാരോട് പറയാൻ അത്രത്തോളം ഇത് വരത്തില്ല, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോടായിരിക്കും പറയുന്നത് അല്ലേ. അപ്പോൾ വീട്ടുകാരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ ഇതിനല്ല അപ്പൊ എന്തായാലും ഭാര്യ അത് കേൾക്കുമായിരുന്നെങ്കിൽ അത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഭാര്യ പക്ഷേ അവരുടെ കുടുംബത്തിനൊപ്പമാണ് നിന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവൻ പോയി. അപ്പൊ നമ്മളിനി ഇതിനകത്ത് കൂടുതൽ നടപടി എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അപ്പൊ എന്താണെങ്കിലും വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാര്യം 34 വയസ്സിലെ ജീവിതം ഒന്നും ആയിട്ടില്ലാത്തൊരു സമയത്ത് ഇത്തരത്തിലൊരു കാരണം ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഇതുപോലെ ഒരുപാട് പേരുണ്ട്. സ്ത്രീകളായിട്ടാണേലും പുരുഷന്മാരായിട്ടാണേലും ഒരുപാട് പേര് ഇത്തരത്തിൽ കല്യാണത്തിന് ശേഷം വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മരണത്തിലോട്ട് പോകുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പെണ്ണ് മരിച്ചതിൻ്റെ വന്നില്ലേ, അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ഇത് ഇപ്പം എനിക്ക് തോന്നുന്നത് 2 സ്റ്റേറ്റൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രണയവിവാഹം ആയിരിക്കാം. അപ്പം അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അവസാനം പറയാൻ പറ്റും. ഇപ്പം ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഓരോരുത്തരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടിരിക്കുന്നത്. ജീവിച്ചു തുടങ്ങുമ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങും. ചിലപ്പോൾ വൈരാഗ്യം വരുമ്പോൾ ഇതുപോലെ എന്താ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ മനുഷ്യർക്കിടയിൽ കുറഞ്ഞു വരട്ടെ എന്നല്ല, പൂർണ്ണമായി ഇല്ലാതാവട്ടെ. കാര്യം ഇതല്ലല്ലോ സ്നേഹബന്ധങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നും ഇത് തന്നെ ആൾക്കാർക്ക് അനുകരിക്കാൻ തോന്നും. അവിടെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ ഒരു ധൈര്യമാവും എന്തും ആവാം എന്നൊരു തോന്നലും വരും. അപ്പം പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല, ഇപ്പം മുഴുവനും അതിക്രമങ്ങളാണ്. അപ്പോൾ എന്തായാലും കാരണം മനുഷ്യർ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന ഉടനെ ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഉപദ്രവിക്കുക. അതാണ് ഇപ്പോഴത്തെ മനുഷ്യന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പം അത്രയും കാലം അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പം. അപ്പം എന്താണ് നമുക്ക് ഇതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വ്യാജ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ട്. അതുലിനെ മരണത്തിലേക്ക് നയിച്ചത് വ്യാജ ഫെമിനിസം. ബംഗളൂരുവിൽ അതിൽ സുഭാഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് വ്യാജ ഫെമിനിസം ആണെന്ന് നടിയും BJP MPയുമായ കങ്കണ റണാവത്ത്. രാജ്യം മുഴുവനും ഞെട്ടലിലാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഹൃദയഭേദകമാണ്. നമ്മൾ നിർദ്ദേശിച്ച പോലെ തന്നെ ഉള്ളു തുറന്ന് സംസാരിച്ച കാര്യങ്ങൾ. വ്യാജ ഫെമിനിസം അപലപനീയമാണ്. കോടിക്കണക്കിന് രൂപയുടെ പിടിച്ചുപറി നടന്നു. അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയേക്കാൾ വളരെ കൂടുതലാണ്. ഒരു IT ഉദ്യോഗസ്ഥനാണെന്നല്ലോ പറഞ്ഞത്. 3 കോടി എന്താണേലും കൊടുക്കാൻ പറ്റില്ല. കടുത്ത സമ്മർദ്ദത്തിലായതിനാലാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് എന്നവർ പറയുന്നു. വിവാഹങ്ങൾ പാരമ്പര്യങ്ങളാൽ
പാരമ്പര്യങ്ങളാൽ ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം അവ നന്നായി പോകുന്നെന്നും അടുത്തിടെ സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിവയാൽ അവ ദുഷിക്കപ്പെട്ടുവെന്നും കങ്കണ പറഞ്ഞു. സോഷ്യലിസം, കമ്മ്യൂണിസം എല്ലാം ഉണ്ട്, എല്ലാം ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കാൻ നമ്മുടെ ദാമ്പത്യമാണ്, നമ്മുടെ ജീവിതമാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഈ പറഞ്ഞ സ്ത്രീപീഡനമായിട്ടും ലൈംഗിക അതിക്രമങ്ങളായിട്ട് വരാൻ നേരത്ത് അതിന് ഇടപെടുക. ആവശ്യമില്ലാതെ പണത്തിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാനോ ഒന്നും പോവാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 3,30,00,000 രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതെ, അല്ലെ അത് വേണമെങ്കിൽ ഡിവോഴ്സ് എന്ന രീതിയിൽ രണ്ടുപേർക്ക് ഒത്തൊരുമിച്ച് നിന്നിട്ട് വേണമെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ തീർക്കാം.